ശർഈയായ കാരണമില്ലാതെ നിസ്കാരം സമയത്ത് തൊട്ട് പിന്തിക്കുക വൻകുറ്റമാണ്. കള്ളുകുടി പോലെ, വ്യഭിചാരം പോലെ, പലിശ തിന്നും പോലെ, മാതാപിതാക്കളെ ഉറപ്പിക്കും പോലെ, അനാഥന്റെ സ്വത്ത് തിന്നും പോലെ വൻകുറ്റങ്ങളിൽപ്പെട്ട ഒരു വൻകുറ്റമാണ്. അപ്പൊ ചിലർ ചോദിക്കും, ഉസ്താദെ വൻദോഷങ്ങൾ ഏണ്ണല്ലേ ഉള്ളൂ, തലവന്മാരാ? തലവന്മാർ ഏണ്ണുണ്ട്, താഴെക്കിടകളിൽ എത്ര ഉണ്ട്? ശർഈയായ കാരണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അനിയന്ത്രിതമായൊരു ഉറക്കം സംഭവിച്ചു പോയി, ഉറങ്ങിയിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് നോക്കുമ്പോ സുബിയൊക്കെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ളുഹർ നഷ്ടപ്പെട്ടു, ഏതെങ്കിലും നിസ്കാരം. എന്നും പതിവല്ല, ഒരു ദിവസം ഒരു സമയത്ത് അങ്ങനെ സംഭവിച്ചു. ഒരിക്കലോ രണ്ടൊക്കെ മൂന്നൊക്കെ സംഭവിക്കാൻ അനിയന്ത്രിതമായിട്ടുള്ള സംഭവിച്ചു. നിസ്കരിച്ചാൽ മതി, അള്ളാഹു തആല അതിനെ പേര് ശിക്ഷിക്കൂല. എന്നും ഉറങ്ങിക്കിടന്നിട്ട് രാവിലെ 7 മണിക്കണീച്ച് 8 മണിക്കണീച്ച് നിസ്കരിക്കുന്ന ആളെ പറ്റി എല്ലാം പറഞ്ഞിട്ടു. അയാളെ പറ്റി അനിയന്ത്രം എന്ന് പറയാല്ല, അയാളെ പതിവാ. എന്നും അയാൾ ഉറങ്ങും, രാവിലെ 7 മണിക്ക് എണീക്കും, പല്ലേക്കും, എന്നിട്ട് നിസ്കരിക്കും. അതിനെ പറ്റി എല്ലാം പറഞ്ഞു. അത് അനിയന്ത്രിതം കൂട്ടാൻ പറ്റും. എപ്പോഴെങ്കിലും ഒരു സമയത്ത് അങ്ങനെ സംഭവിച്ചു, നിസ്കരിച്ചാൽ മതി, എന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കൂല. ശർഈയായ ഒരു കാരണതാണ്. മറ്റൊന്ന് അന്നിസിയാൻ, മറതി. മറന്നുപോയി, ടെൻഷൻ കൊണ്ടോ സന്തോഷം കൊണ്ടോ ഒക്കെ വരാലോ, മറന്നുപോയി, നിസ്കരിച്ചാൽ മതി, അല്ലാഹു ശിക്ഷിക്കൂല. ഇനി നമ്മൾ പറയുന്ന 1,000 കാരണങ്ങളില്ലേ, മരണം, രോഗം, കല്യാണം, പഠനം, അധ്യാപനം, ജോലി, ഇതൊന്നും കാരണമല്ല.